വയനാട്ടിൽ എത്ര ഭൂരിപക്ഷം എന്ന ഒറ്റ ചോദ്യത്തിൽ നിൽക്കുകയാണ് ഈ രാവിലെയും ഈ വോട്ടെണ്ണാൻ പോകുമ്പോഴും കാര്യങ്ങൾ. രതീഷ്, അതുതന്നെയാണ് വയനാട്ടിലെ ചോദ്യം. എത്ര ഭൂരിപക്ഷം എന്നൊരു ചോദ്യം മാത്രമാണ്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചൊന്നും ആർക്കും ആകാംക്ഷയോ ആശങ്കയോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ പോളിംഗ് ശതമാനം ഏതാണ്ട് 9% കുറഞ്ഞു. 73% പോളിംഗ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് 64.73% കുറഞ്ഞു. ആ പോളിംഗ് ശതമാനത്തിന്റെ കുറവ് എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയാണ് UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവർ 5 ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുമെന്ന അവകാശവാദമാണ് പ്രചാരണ സമയത്ത് മുഴുവൻ ഉന്നയിച്ചത്. പക്ഷേ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ്, അതായത് 14,71,000 വോട്ടർമാരിൽ 9,52,000 വോട്ടർമാർ മാത്രമാണ് വോട്ട് ചെയ്തത്. 10 ലക്ഷത്തിലേക്ക് പോലും പോളിംഗ് എത്തിയില്ല. അതുകൊണ്ട് തന്നെ എത്ര ഭൂരിപക്ഷം എന്ന ആശങ്കയാണ് ഉയരുന്നത്. LDFനെ സംബന്ധിച്ച് അവർ പറയുന്നത് ഞങ്ങളുടെ വോട്ടൊക്കെ പെട്ടിയിലായിട്ടുണ്ട്, UDF അവകാശപ്പെടുന്ന പോലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തില്ല എന്ന് തന്നെയാണ്. NDAയെ സംബന്ധിച്ച് K. സുരേന്ദ്രന് ലഭിച്ച 1,40,40,000-ലധികം വോട്ടുകൾ നിലനിർത്താനാകുമോ എന്നതാണ് ചോദ്യം. താരതമ്യേന പുതുമുഖമായ ഒരു സ്ഥാനാർത്ഥി, വയനാട്ടിൽ അത്ര പരിചിതയല്ലാത്തൊരു സ്ഥാനാർത്ഥിയായിരുന്നു. ആ വോട്ട് അവർക്ക് നിലനിർത്താനാവുകയാണെങ്കിൽ അത്രയും വോട്ടുകൾ NDAയുടെ അല്ലെങ്കിൽ BJPയുടെ പൊളിറ്റിക്കൽ വോട്ടാണ് എന്ന് കരുതേണ്ടി വരും. പക്ഷേ അതിൽ നിന്ന് വോട്ട് കുറയും എന്ന വിലയിരുത്തലാണ് മറ്റ് രണ്ട് മുന്നണികൾക്കുമുള്ളത്. എന്തായാലും 8:30-യോടെയാണ് ഈ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക. 8 മണിക്ക് തപാൽ വോട്ടുകളാണ് എണ്ണിത്തുടങ്ങുക. നേരത്തെ പറഞ്ഞതുപോലെ 3 സ്ഥലത്താണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ. ഇത് വയനാട്ടിലെ 3 മണ്ഡലങ്ങൾ എണ്ണുന്ന കൽപ്പറ്റ SKMJ ഹൈസ്കൂളിലെ വോട്ടെണ്ണൽ കേന്ദ്രം, തിരുവമ്പാടിയിലേത് കൂടത്തായി സെന്റ് മേരീസ് സ്കൂളിലും, നിലമ്പൂർ ഏറനാട് വണ്ടൂർ മണ്ഡലങ്ങളിലേത് നിലമ്പൂർ അമൽ കോളേജിലുമാണ് എണ്ണുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ, രാഹുലിന്റെ ദൃശ്യങ്ങളും രാവിലെ നമ്മൾ കാണുകയാണ്. വലിയ പ്രതീക്ഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഉള്ളത്. എങ്കിലും ആശങ്ക കോൺഗ്രസ് ക്യാമ്പിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രകടമാകുന്നതും നമ്മൾ കണ്ടതാണ്.